അതെ അരി തീർന്നേക്കാ വാങ്ങിക്കാം. അയ്യോ, നിന്റെ കാലുവേദനക്ക് ഞാൻ തിരുമ്മി തരാന്ന് പറഞ്ഞിട്ട് തന്നില്ല. ഇങ്ങോട്ട് വെച്ച്. ഹലോ, കാലുവേദന കഴിഞ്ഞ ആഴ്ച തീർന്ന്. പിന്നെ നീ ഇന്നലെ പറഞ്ഞ പോലെയാണ് എനിക്ക് തോന്നണം. ദിവസങ്ങളൊക്കെ എന്തെങ്കിലും പെട്ടെന്നാ പോണല്ലേ. ഭൂമി ഇപ്പൊ ഭയങ്കര സ്പീഡിലാ കറങ്ങണേന്ന് തോന്നണേ. മനസ്സിലായില്ല. ഭൂമി കറങ്ങുന്ന കാരണമുള്ള ദിവസങ്ങളും വർഷങ്ങളും എന്തിന് നമ്മുടെ പ്രായം വരെ കൂടണേ. കുറച്ച് നാള് കഴിയുമ്പോ നീ എന്നോട് ആദ്യത്തേട്ട എന്റെ കാതലിന്റെ രീതിയിലേക്ക് അതെന്ന് ചോദിക്കും. അതിന് അതുകൊണ്ട് ഇനിയുള്ള കാലം അടിച്ചു പൊടിച്ച് ജീവിക്കാന്നാണ് എന്റെ തീരുമാനം. നല്ല തീരുമാനം. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് എന്റെ കൂട്ടുകാരൊക്കെ കൂടി ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ പോണ്ട. ഞാൻ വന്നിണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ രതീഷിന്റെ അവൻ പറയാണ് നിന്റെ ഭാര്യ നിന്റെ എങ്ങും വിടൂലല്ലോ എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു അവള് വെറും പാവോളാ, അവളെന്നെ എല്ലായിടത്തും വിടാറുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് രതീഷ് വിശ്വസിച്ചാ? വിശ്വസിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷെ നീ എന്നെ എന്തായാലും വിടൂലോ. അപ്പൊ അവന്മാര് വിശ്വസിച്ചോളൂ. എന്നിട്ട് എവിടെ ടൂറ്? അതാണ് ഏറ്റവും രസം. പട്ടായ എന്താ എന്ത് അരി എത്ര കിലോ പറഞ്ഞ? 5 അരി 5 കിലോ. വേറെ സവാള സവാള ഒരു 5 കിലോ വെച്ചേക്ക. ഇടക്കിടക്ക് കടയിൽ പോകണ്ടല്ലോ. സവാള 5 കിലോ മതിയാ? ആ മതി. അരിയും സവാളൊക്കെ വാങ്ങിച്ച് ഇതുങ്ങളുടെ ഇടയിൽ കിടന്ന് എന്നെ കഷ്ടപ്പെടുത്താണ്ട് ഇതുങ്ങളുടെ വേഗം പിടിച്ചു എന്റെ കർത്താവ്. ആരെ വിളിക്കണ ആര് പറഞ്ഞേ? അല്ല എന്തിനാ ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞതാ.